എന്താ അങ്ങനെ വരച്ച് നോക്കട്ടെ. അല്ല അതല്ല ഇപ്പം പറയും ഇതെന്ത് സംഭവം പറ. അതല്ല പറഞ്ഞത്. ഇതെന്താ സാധനം? വരയ്ക്കല്ല, പറഞ്ഞാൽ മതി. ഇപ്പം എന്നോട് പറഞ്ഞ പോലെ പറഞ്ഞേ. മുയലിനെ വരച്ചിട്ട് ഇതെന്താണ്? ചെവി വരച്ചിട്ട് എന്ത് വരച്ചിട്ടു? ഹെയർ ബോ വെച്ചു. പിന്നെ കമ്മലിട്ടു. ചെവിയിൽ കമ്മലിട്ടു. മുയലിന്റെ ചെവിയിൽ കമ്മലിട്ടു അല്ലേ? പിന്നെയോ? അതെന്താണ്? ഇതെന്താണ്? വായ. പിന്നെ അതിന് താഴെ അത് രണ്ടും എന്താ? അല്ലല്ലോ. ഇതെന്താ പറഞ്ഞത്? എന്താ പറയല്ലേ? അവള് പറയട്ടെ. കാല്. ഏത് നോക്കിട്ടാ പറ്റി വരച്ചത്? എന്റെ കയ്യിൽ മുയലുണ്ടോ? നോക്കട്ടെ. ഇത് നോക്കിട്ടാണോ വരച്ചത്? അവിടെ വെച്ച വെളിച്ചത്ത് മാറും. അത് ശരി. അങ്ങനെ വരച്ചാണോ? എന്നിട്ട് അതിൽ ഒന്ന് വരച്ചേ. എങ്ങനെയൊക്കെ വരച്ചേ? വട്ടം വരച്ചിട്ട് ചെവി വരയ്ക്കാം. അവിടെ ചെവി കമ്മലിട്ടിട്ട് ഇവിടെ ഒരു കമ്മലിട്ടിട്ട് അതെന്താ? ചെവി, വലിയ ചെവി. അപ്പൊ ഇതെന്തുവാ? ഇത് രണ്ടും കമ്മല്. അവിടെ കമ്മലിട്ടോ? അപ്പൊ ആദ്യം ഇവിടെ കമ്മലിട്ടല്ലേ? ഇതിന്റെ മുകളിൽ എന്തേലും ഹെയർബോം വെച്ചു. ഇത് രണ്ടും എന്തേലും ചെവിന്ന്. കമ്മല്. അപ്പൊ എത്ര കമ്മലാണ് ഞാൻ? എത്ര കമ്മലാണ്? മുകളിലും താഴെയൊക്കെ കമ്മലിടണോ? അത് കമ്മലല്ല. പക്ഷെ നമുക്ക് ചെവി വരച്ചു. ചെവി ഇങ്ങനെ ചെവി ഇല്ലാതെ സംസാരിക്കാനൊന്നും പറ്റൂല. അപ്പൊ വായ എന്തിനാണ്? സംസാരിക്കാന്. ചെവിയോ? സംസാരം കേൾക്കാൻ. മാഷാ അല്ലാഹ്. രണ്ട് വട്ടം കണ്ണട വെച്ചെടുത്തല്ലേ? ഇത് ആരുടെ കണ്ണട പോലെയാണ്? ഉമ്മിന്റെ കണ്ണട പോലെയാണോ? ശരി. വേണ്ട, അങ്ങനെ വെച്ചില്ല. ഇനിയോ ബാക്കി എടുക്ക്. അത് മതി. അപ്പൊ ഇതാണല്ലേ? ഇത് ആദ്യം വരച്ച മുയല്, ഇത് രണ്ടാമത് ഇപ്പൊ ലൈവായിട്ട് വരച്ച മുയല് അല്ലേ? അപ്പൊ കൊള്ളാം. ഇവിടെ കണ്ണട വരച്ച കുഞ്ഞി നോക്കി. ഉണ്ടോ കണ്ണട വരച്ചോള്? കണ്ണട ഉണ്ടോ? അടുത്ത പൂമ്പാറ്റ വരയ്ക്കാൻ പറയാം. പൂമ്പാറ്റ വരയ്ക്കാം.